വിളക്കിന്റെ വിളക്ക് കണ്ടു വിളക്കിന്റെ പുറകിലോട്ട് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ഞാൻ എൻ്റെ സഹകീർത്തിയിൽ എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്ന കാലത്ത് ഒരു സൂപ്പർ താരം എന്നെ കൊണ്ടു നടന്നു. മമ്മൂക്കയും അതുപോലെ എന്നെ കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ രാജാവിൻ്റെ മകനെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ലാലിൻ്റെ മുറിയിൽ ലാൽ എന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നിട്ടുള്ളത്. ആ മുഹൂർത്തം തുടങ്ങി ഇങ്ങോട്ടുള്ള ബന്ധം. എൻ്റെ വീട്ടിലൊക്കെ ലാലും അമ്മയും സുചിയൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതും അങ്ങനെ ഒരു വലിയ ഒരു ബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു മുഹൂർത്തത്തിന് ലാലിൻ്റെ അനുഗ്രഹവും എനിക്ക് അനിവാര്യമാണ്. ആ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പെർമിഷൻ കിട്ടി വന്നു, സന്ദർശിച്ചു. ഇത് ഒരു നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. പക്ഷേ ഞാൻ എൻ്റെ മണ്ഡലത്തിന് പുറത്ത് വന്ന് ആണത് ചെയ്യുന്നത്. ഇതിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, അതിൽ കൂടുതൽ നമുക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും സുരേഷ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്രറ്റേണിറ്റിയിലുള്ള ഒരാളാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. വന്ന് ഞാൻ ട്രിവാൻഡ്രത്താണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നാളെ നടക്കാൻ പോകുന്ന സംഭവം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു സസ്പെൻസിലിരിക്കട്ടെ. പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ, അതിൻ്റെ എന്തെങ്കിലും ഒരുക്കങ്ങളായോ എങ്ങനെയാണ്? സംവിധാനം ചെയ്യുന്നുള്ളത് കറക്റ്റായിട്ട് ന്യൂസാണ്. ഞാൻ ഇന്നലെ ഒരു ബ്ലോഗിൽ എഴുതിയിരുന്നു. നമുക്കൊരു കാര്യം ചെയ്താൽ ഇതിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് വഴിയെ എല്ലാം ഞാൻ പറയാം. എല്ലാവർക്കും അറിയിച്ചിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, ഗുഡ് ലക്ക്. വെഡിങ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്. അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിങ് ഡ്രസ്സിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓൾ ആ വെഡിങ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിങ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.